എൻ്റെ പേര് ബാബു എന്നാണ്. ഞങ്ങൾ കോട്ടയത്താണ് ഞങ്ങളുടെ വീട്. വൈഫിൻ്റെ പേര് മിനി വർഗീസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മാനേജറാണ്. ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂരാണ്. 2019 ഏപ്രിൽ 24 ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഈ ഉടമ്പടി എടുക്കാനായിട്ട് ഈ ദിവ്യമണ്ണിലേക്ക് ഇറങ്ങി അന്ന് തുടങ്ങി ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കൃപയാൽ നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ റീസെൻ്റായിട്ട് ദൈവമാതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞങ്ങളിപ്പോൾ എത്തിയത്. എനിക്ക് അതികഠിനമായ പനി ബാധിച്ച് ഒരു വൈകുന്നേരം അതികഠിനമായ പനിയും ദേഹാസ്വസ്ഥതയും ഉണ്ടായി. ആ സമയത്ത് ആശുപത്രിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് ആദ്യം ആലോചിച്ചത്. പക്ഷേ എൻ്റെ ഭാര്യ മിനി ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ദൈവമാതാവിൻ്റെ തൈലവും ഉണ്ട്. വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ഔഷധമായിട്ട് എൻ്റെ ദേഹത്തും നെറ്റിയിലും പുരട്ടിയതിന് ഫലമായിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി. ദൈവമാതാവിന് നന്ദി. കൂടാതെ ഞാൻ റെയിൽവേയിലെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു സ്വഭാവം, എന്നോട് ആര് സഹായം ചോദിച്ചാലും എനിക്ക് പറ്റാവുന്ന സഹായങ്ങൾ ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പോലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റെയിൽവേയുടെ റിസർവേഷൻ ഓഫീസർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ടിക്കറ്റ് വളരെ അത്യാവശ്യമായിട്ട് സാറേ എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് എന്തെങ്കിലും അവൈലബിലിറ്റിയിൽ നിന്ന് നമ്മൾ നോക്കിക്കൊണ്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സീനിയർ സിറ്റിസൻ്റെ കോട്ടയോ അത് ലേഡീസ് കോട്ടയോ അങ്ങനെ ഏതെങ്കിലും ബെർത്തുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അവരെ സഹായിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു 3 ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഈ ടിക്കറ്റുകൾ ഞങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാനുണ്ടായ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മുഴുവൻ പൈസയും റെയിൽവേക്ക് അടയ്ക്കാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ പൈസ ആയിട്ട് വരുമ്പോൾ എനിക്ക് ടിക്കറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങേര് ഉദ്ദേശിച്ചത് 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യാനാണ്. പക്ഷേ ഞങ്ങൾക്ക് കൗണ്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഈ പൈസയും എല്ലാം കറക്റ്റായിരിക്കണം. പക്ഷേ ഇദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല, ഞാനതുകൊണ്ട് തിരിച്ചിങ്ങ് പോന്നു, സാറത് കയ്യിൽ നിന്ന് വെച്ചിട്ട് ടിക്കറ്റ് തരുമ്പോൾ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടിക്കറ്റ് ഞാൻ എൻ്റെ കൈവശം വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓഫീസ് ഇൻസ്പെക്ഷന് ഞങ്ങളുടെ ഓഫീസർ വന്നു. ഓഫീസർ വന്നു കഴിയുമ്പോൾ ഈ ടിക്കറ്റ് എൻ്റെ ഓഫീസിലിരിക്കുന്നതും അദ്ദേഹം അത് പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ റെയിൽവേ നിയമം അനുസരിച്ച് വലിയൊരു തെറ്റാണത്. നമ്മളെ ഓൺ ദി സ്പോട്ടിൽ ഡിസ്മിസ് ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ ഒക്കെയുള്ള അധികാരമുള്ള ആളാണ് ഈ ടിക്കറ്റ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ദൈവമാതാവിനെ മുറുകെ പിടിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ അവസ്ഥയിൽ എനിക്ക് ഇതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ ഇതിനെ എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം തന്നെ എന്നെ ഞങ്ങളുടെ ഡിവിഷണൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചു, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞു. അവിടെ സാധാരണഗതിയിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ ഓഫീസർ എല്ലാവരെയും ചാടിക്കടിച്ച് നമ്മൾ ഭയങ്കര ഷോർട്ട് ചെയ്യുന്നൊരു ഓഫീസറാണ്. പക്ഷേ ഞാൻ കാശ് രൂപവും ഉപ്പുമായിട്ടാണ് പോയിരുന്നത്. പക്ഷേ കാശ് രൂപത്തിൽ പിടിച്ച് ഓഫീസറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തിടുകയും അദ്ദേഹത്തോട് എൻ്റെ കാര്യം പറയുകയും ചെയ്തു. വളരെ സൗമനസ്യമായിട്ട് അദ്ദേഹം യാതൊരു പ്രകോപനവും കൂടാതെ ഞാൻ പറഞ്ഞ് കേൾക്കുകയും അദ്ദേഹം ആ കേസ് ഇനി മേലാൽ ആവർത്തിക്കരുത്, ഇത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ളൊരു ഉപദേശം നൽകി ആ കേസിൽ നിന്ന് എന്നെ വളരെ ചെറിയൊരു ശിക്ഷ നടപടിയായിട്ട് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു തന്നു. അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കൂടാതെ ഞങ്ങൾ ഭവനമില്ലാതെ വേദനിക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ 2019 തുടങ്ങി ഉടമ്പടിയിലുള്ളവരായതുകൊണ്ടും പിന്നെ ഞങ്ങളിങ്ങനെ ചെറിയ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള താല്പര്യവും കാണിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് പലപ്പോഴും അവർക്ക് മരുന്ന് മേടിക്കാൻ പൈസയില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ വാടക കൊടുക്കാൻ പൈസയില്ല എന്ന് കൂടുമ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് അവർക്ക് വാടക ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വാടക കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചു ഇവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളൊരു ചെറിയൊരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ ഒരാൾക്ക് അഡ്വാൻസായിട്ട് 1 ലക്ഷം രൂപ കൊടുത്തു.
ഈ 1,00,000 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആധാരവും നടക്കുന്നില്ല, സ്ഥലവും കിട്ടുന്നില്ല. ഈ അവസ്ഥയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ പൈസയാണെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള കൃപ തരണേ. അപ്പോൾ 1,00,000 രൂപ അത്രയും ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മാതാവിനോട് അത് മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു 80,000 രൂപ ഞങ്ങൾക്ക് അദ്ദേഹം തിരിച്ചു തന്നു. ബാക്കി പൈസ കിട്ടിയില്ല. അത് കിട്ടുമെന്ന് തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ ആശിക്കുന്നു. കൂടാതെ ഞങ്ങൾ ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. അവർക്ക് ഞാനും ഭാര്യയും എൻ്റെ 2 മക്കളും ജോലിയുള്ളവരാണ്. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ ആലോചിച്ചു, നമുക്ക് കുടുംബത്തെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തു. ഞങ്ങൾ തീരുമാനിച്ചത് ഒരു 8,00,000 രൂപയ്ക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു വീട് പണിത് അതിൽ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ മാതാവിനോട് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ കുടുംബത്തിന് അവർക്ക് യോജിച്ച അവരുടെ സ്ഥലത്ത് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ദേവാലയത്തോട് ചേർന്ന് തന്നെ അവർക്ക് ദേവാലയത്തിൽ എല്ലാ ദിവസവും പോയി കുർബാന കാണാവുന്ന അത്രയും അടുത്ത് ദൈവമാതാവിൻ്റെ കൃപയാൽ അവർക്ക് നല്ലൊരു ഭവനം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഭവനം നൽകി ദൈവമാതാവ് അനുഗ്രഹിച്ചു. കൂടാതെ അതിൻ്റെ ഏറ്റവും ഞങ്ങൾ പ്രതീക്ഷിച്ച അതേ തുകയ്ക്ക് തന്നെ മാതാവ് അത് നടത്തി തന്നു എന്നുള്ളതാണ്. 1 രൂപ പോലും ഞങ്ങൾക്ക് കൂടുതൽ കണ്ടെത്തേണ്ടി വന്നില്ല, 1 രൂപ പോലും ഞങ്ങൾക്ക് കുറയ്ക്കേണ്ടി വന്നില്ല. അത്രയും കൃത്യമായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെച്ചാൽ ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ച സ്ഥലം അവർക്ക് യോജിച്ചതല്ല എന്ന് മാതാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അത് അവർക്ക് താമസയോഗ്യമല്ലാത്ത സ്ഥലമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി മാതാവ് ഞങ്ങളെ തട്ടി മാറ്റിയതാണ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് യോജിച്ച ദൈവമാതാവ് അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയത്. അവർക്ക് ആ ഭവനം ഞങ്ങൾ കൊടുത്തു. അതിനൊരു കൃപ നൽകിയ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കൂടാതെ ഇനി എൻ്റെ വൈഫിനുണ്ടായ കൃപകളാണ്. ഞങ്ങൾ ഉടമ്പടിയിൽ പുതുക്കുമ്പോൾ ആത്മീയ വളർച്ചയാണ് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിച്ചെഴുതാറ്. അതുകൊണ്ട് ഭൗതിക നിയോഗങ്ങൾ അധികം ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളിൽ വയ്ക്കാറില്ല. ആത്മീയമായിട്ട് ഞങ്ങളെ ഒത്തിരിയേറെ കർത്താവ് വളർത്തിയിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി ചെയ്യാനും പ്രേക്ഷിത വേല ചെയ്യാനും ഒരുപാട് കർത്താവ് ഞങ്ങൾ ഉയർത്തി. പരിശുദ്ധാമ്മ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോകാൻ മടിയുള്ളവരായിരുന്നു. പക്ഷേ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണുവാനും അടിക്കടി കുമ്പസാരിക്കുവാനുമുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. എൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് 2024 ട്രാൻസ്ഫർ കിട്ടിയ ബ്രാഞ്ച് അതികഠിനമായ ജോലി ബാധ്യതയുള്ളൊരു ബ്രാഞ്ചായിരുന്നു. എനിക്ക് വൈകിട്ട് വളരെ ലേറ്റായിട്ട് പുറപ്പെട്ടാലും എൻ്റെ ജോലികൾ തീർത്തിട്ടോ ഒരു സംതൃപ്തിയോടെ ആയിരിക്കില്ല ഞാൻ പോന്നിരുന്നത്. ഞാൻ ഓരോ ദിവസവും എണ്ണിയാണ് ബ്രാഞ്ചിൽ പോയിക്കൊണ്ടിരുന്നത്. 1 വർഷം മിനിമം അവിടെ വർക്ക് ചെയ്താൽ മാത്രമേ ട്രാൻസ്ഫർ സാധ്യമാകുമായിരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ട്രാൻസ്ഫർ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. അത് നിയോഗം വെച്ചില്ല. അത് കർത്താവിനോട് ചോദിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിച്ചില്ല. പക്ഷേ അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ ഇടപെടലിലൂടെ ഈശോ എന്നെ തൊട്ടടുത്തുള്ള വളരെ സൗകര്യപ്രദമായ ഒരു ബ്രാഞ്ചിലേക്ക് എന്നെ മാറ്റി തരികയും കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം എന്നിൽ ഉറപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരെയുള്ള മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഡെപ്യൂട്ടേഷനായിട്ട് പോകാമോ എന്ന് എന്നോട് തന്നെ എൻ്റെ HR മാനേജരും ഞങ്ങളുടെ റീജിയൽ മാനേജരും ചോദിക്കുകയും എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് ആ ബ്രാഞ്ചിൽ പോകാൻ. നല്ല ദൂരമുണ്ട്, എനിക്ക് പരിചയക്കുറവുണ്ട്. അവിടുത്തെ ബ്രാഞ്ച് മാനേജർ മെറ്റേണിറ്റി ലീവിലാണ്. അപ്പോൾ അവിടെ പകരം ഒരാൾ പോകാനില്ല. അപ്പം മാഡം പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകാം എന്ന് പറഞ്ഞു. എനിക്ക് യാതൊരു അറിവും ആ സ്ഥാനത്തെപ്പറ്റി ഉണ്ടായിട്ടല്ല. അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് സത്യത്തിൽ ലോൺ പ്രോസസ്സിങ് ഞാൻ അധികം ചെയ്ത പരിചയം എനിക്കില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് പെൻഡിങ്ങുള്ള നെൽകർഷകരുടെ ഒരു 100ഓളം ലോൺ 100-150ഓളം ലോൺ അപേക്ഷകളാണ്. എനിക്ക് മുൻപരിചയമില്ലാത്തൊരു മേഖല. പക്ഷെ ദൈവകൃപയാൽ നിശ്ചിത സമയപരിധി കൊണ്ട് എനിക്കത് പൂർത്തിയാക്കാനായിട്ട് കർത്താവ് എനിക്ക് കൃപ നൽകി. മാത്രമല്ല ആ 3 മാസങ്ങൾക്ക് ശേഷം എന്നെ പുതിയൊരു ബ്രാഞ്ചിലേക്ക് എൻ്റെ ട്രാൻസ്ഫർ ഡ്യൂ ആയി.
ആ റീജിയനിൽ നിന്ന് ഞാൻ മാറി അടുത്ത റീജിയനിലാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്യേണ്ടത്. അതിന് എനിക്ക് പുതിയൊരു ബ്രാഞ്ചിലേക്ക് മാറ്റം കിട്ടി. അവിടെ ഞാൻ ബ്രാഞ്ച് മാനേജറായിട്ടാണ് എനിക്ക് പോസ്റ്റിംഗ് വന്നത്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവിനെ ഒരുക്കുകയായിരുന്നു എന്ന്. ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ ഇതേ കൃഷിക്കാരുടെ 200ഓളം വായ്പ അപേക്ഷകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. സത്യത്തിൽ ഈ 3 മാസത്തെ പരിചയം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ എന്നെ കർത്താവ് എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ദൈവകൃപയാൽ ആ അപേക്ഷകളുടെ 180-180ഓളം അപേക്ഷകൾ ഞങ്ങൾ പൂർത്തിയാക്കി കർഷകർക്ക് അധികം വൈകിക്കാതെ പൈസ കൊടുക്കാനും അവർക്കൊരാശ്വാസം കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. മാത്രമല്ല ഞാനൊരു ഓഫീസർ എന്ന നിലയിൽ ഏറ്റവും ഭയപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങളാണ് കർത്താവ് എപ്പോഴും എനിക്ക് തരുന്നത്. പ്രത്യേകമായിട്ട് ഓഡിറ്റിംഗ് അതികഠിനമായിരിക്കും. രാത്രി 11 മണി വരെ നമ്മൾക്ക് പലപ്പോഴും ജോലി ചെയ്യേണ്ടി വരും. തുടർച്ചയായ 10ഓളം ദിവസം ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ. അത് കഴിഞ്ഞ് അതിൻ്റെ കംപ്ലയിൻസ് വർക്ക്, ഇതെല്ലാം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ജോലികളാണ്. പക്ഷേ എൻ്റെ പുതിയ ബ്രാഞ്ചിൽ ഞാൻ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് ഇതേ ഓഡിറ്റിംഗ് ആയിരുന്നു. ഞാൻ ചെന്ന 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യം ഓഡിറ്റിംഗ് തുടങ്ങി. ദൈവകൃപയാൽ അതികഠിനമായിരുന്നു എനിക്ക് ആ സമയമെങ്കിലും അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ അതിൻ്റെ കംപ്ലയിൻസ് കൊടുക്കാൻ അതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നതാണ്. പക്ഷെ കർത്താവ് എന്നെ ആ കഠിനമായ പരിശീലനത്തിലൂടെ എന്നെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതെന്നെ ആത്മീയമായിട്ട് നന്നായിട്ട് വളർത്തുന്നുണ്ട്. കർത്താവിലുള്ള ആശ്രയത്വം എന്നിൽ നന്നായിട്ട് വളർത്തുന്നുണ്ട്. അതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ എന്നെ കർത്താവിലേക്ക് അടുപ്പിക്കാനായിട്ട് തരുന്നതാണിതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ഈ ഉടമ്പടി സഹായിക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് പരിശുദ്ധ അമ്മ വഴി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് സാക്ഷ്യങ്ങളുണ്ട്, അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെ കൂടെ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ സാക്ഷ്യങ്ങൾ ഇവിടെ പറയാൻ സാധിക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ മക്കൾ മറ്റു മക്കളും ഞങ്ങൾ വഴി ഉടമ്പടിയിലേക്ക് വരാനിടയായിട്ടുണ്ട്. അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആർക്കെന്തെങ്കിലും രോഗബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞാനൊരു അവരുടെ സൂപ്പർവൈസറാണെന്ന് ഓർക്കാതെ ഞാൻ അവർക്ക് മുന്നിൽ മുട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ രോഗാവസ്ഥയുള്ളിടത്ത് വിശുദ്ധ തൈലം പരട്ടി കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് സൗഖ്യം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണിൽ. പക്ഷേ സാക്ഷ്യപ്പെടുത്താൻ അവരെന്നോട് സാക്ഷ്യം പറയാത്തതുകൊണ്ട് എനിക്ക് സാധിക്കില്ല. മാത്രമല്ല അവരിവിടെ വരാൻ തയ്യാറാകാതെ ആ സാക്ഷ്യങ്ങളൊന്നും എനിക്ക് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ എനിക്ക് ഓരോ ദിവസവും എനിക്കറിയാം ഞാൻ ഈ ഇവിടെ എൻ്റെ കസേരയിലിരിക്കുമ്പോൾ കർത്താവാണ് എൻ്റെ കസേരയിലിരിക്കുന്നത്. കർത്താവിൻ്റെ മുന്നിൽ വെറുമൊരു ദാസിയായി ഞാൻ നിൽക്കുകയാണ്. കർത്താവിനെ വഴി നടത്തണം. എൻ്റെ ബ്രാഞ്ചിനെ കർത്താവാണ് ഭരിക്കുന്നത്. കർത്താവാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ബോധ്യത്തിൽ ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് പോകുന്നു. അതുപോലെ എൻ്റെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യരിലും അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഈശോയെ കൊടുക്കാനൊരു മാർഗം എൻ്റെ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലാവും. അവരിലേക്ക് ഞാൻ കൃപാസനത്തിലേക്ക് പത്രം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പത്രം കൊടുക്കും. ഉറപ്പായിട്ടും പോയി ഉടമ്പടി എടുക്കണം, നിങ്ങളുടെ കടബാധ്യത മാറും. ഒരുപക്ഷെ നിങ്ങൾക്ക് ലോൺ തരാൻ എനിക്ക് സാധിച്ചില്ല എന്ന് വരാം. പക്ഷേ കർത്താവ് നിങ്ങളുടെ കടത്തിന് പരിഹാരം തരും, നിങ്ങളുടെ കുടുംബത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരം തരും. ഞാൻ എൻ്റെ മുന്നിൽ വരുന്നവരോട് വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കും. അത് ആർക്കും ഇഷ്ടപ്പെടില്ല പൊതുവെ എന്നാണ് വെപ്പെങ്കിലും എനിക്കത് ചോദിക്കണമെന്ന് തോന്നും. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ കുറയുമെന്നും അതിന് പരിഹാരം കിട്ടുമെന്നുമുള്ള ഒരു ബോധ്യം കർത്താവ് അമ്മയിലൂടെ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കാറുണ്ട്. അവരുടെ സങ്കടങ്ങൾ പരിഹാരമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധി ഞാൻ ചൂണ്ടിക്കാണിക്കാറുമുണ്ട്. എനിക്ക് കർത്താവിന് കൊടുക്കാനുള്ളൊരു തീക്ഷ്ണത എനിക്കിപ്പോഴുണ്ട്. എവിടെയാണൊരു അവസരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയെപ്പറ്റി പറയാൻ, അമ്മ ആരാണെന്ന് പറയാൻ, അവരവസരം എന്താണെന്ന് ഞാൻ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ ആത്മീയമായിട്ട് കൂടുതൽ വളർത്തണമെന്ന് ഞാൻ ഈശോയുടെ പരിശുദ്ധ അമ്മ വഴി അപേക്ഷിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ ഓരോ മക്കളെയും, എൻ്റെ ജീവിത പങ്കാളിയുടെയും എൻ്റെയും കുടുംബത്തിലെ എല്ലാ മക്കളെയും ഉടമ്പടിയിലേക്ക് കൊണ്ടുവരണമെന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അതുപോലെ ഒരു ചെറിയ കാര്യം, എനിക്ക് ശാരീരികമായ സാക്ഷ്യങ്ങളെ അത്ര വലുതായിട്ട് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ ചോദിക്കാതെ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന മറ്റൊരു ചെറിയ സാക്ഷ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ചെറുപ്പം തൊട്ട് ട്രാവൽ സിക്നസ് ഉണ്ട്.
എന്ന് വെച്ചാൽ ഞാൻ യാത്ര ചെയ്താൽ അരമണിക്കൂർ ബസ് യാത്ര ചെയ്താൽ പോലും എനിക്ക് ഭയങ്കരമായ തലവേദനയുണ്ടാകും, തല ചുറ്റലുണ്ടാകും, പിന്നെ ഒരു പാതി മയക്കത്തിൽ പോലെയായിരിക്കും. പിന്നെ ഞാൻ രാവിലെ ആണെങ്കിൽ വൈകുന്നേരം വരെ എനിക്ക് ബോധമില്ലാത്ത പോലെ ഒരു അവസ്ഥയായിരിക്കും. എനിക്ക് ജോലിയിൽ ശ്രദ്ധ കിട്ടില്ല, ചെയ്യുന്നതിൽ തെറ്റുകൾ സംഭവിക്കും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ട്. പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഇപ്പം മണിക്കൂറുകൾ യാത്ര ചെയ്താലും അങ്ങനെ ഒരു ക്ഷീണം എനിക്കില്ല. ഞാനത് മറന്നുപോയി. അങ്ങനെ ജന്മനാ ഉള്ള ആ ശീലത്തിൽ നിന്ന് കർത്താവ് എനിക്ക് അമ്മ വഴി വിടുതൽ തന്നു. ഇനി എൻ്റെ മക്കൾ ഉടമ്പടിയിലേക്ക് അധികം വന്നിട്ടില്ല, അവർക്ക് ഒരുപാട് കൃപകൾ കിട്ടിയിട്ടുണ്ട്. അവർ ഈ അൾത്താരയിൽ ഞങ്ങളോടൊപ്പം നിർത്തി സാക്ഷ്യം പറയാനുള്ള കൃപ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ അനേകം മക്കളെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുക്കണമെന്ന പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സാക്ഷ്യം ചുരുക്കിയാണ്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തികൾ എൻ്റെ മുന്നിൽ ലോണിന് വരുന്ന മക്കളിലൂടെ ഒരുപാട് ആവശ്യക്കാരെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും സഹായിക്കാൻ എനിക്ക് സാധിക്കില്ല, എങ്കിലും ജെനുവിനാണ് എന്ന് തോന്നുന്ന ചിലരെയൊക്കെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പത്രം വിതരണം ചെയ്യുന്ന ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പൊതുനിരത്തിൽ നിന്നാണ് ഞങ്ങൾ പത്രം കൊടുക്കാറ്. വീടുകൾ തോറും കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങളുടെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് ഞങ്ങൾക്ക് അധികം സമയം കിട്ടാറില്ല. അതിന് ഞങ്ങൾ കർത്താവിനോട് മാപ്പപേക്ഷിക്കുകയാണ്. ഞങ്ങളിൽ കൊടുക്കുന്ന ഒരു പത്രം പോലും നഷ്ടപ്പെടാതെ ഒരു പത്രത്തിന് ഒരാൾ വെച്ചെങ്കിൽ ഈശോയിലേക്ക് വരണം, ഈശോയെ അറിയണം, അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നവരാകണം. ഒരു കുട്ടി ആത്മഹത്യ വിളക്കി നിൽക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന പത്രം അവൻ്റെ ജീവിതം തിരിച്ചു കൊടുത്താൽ അവൻ ഈശോയെ ഒരിക്കലും മറക്കില്ല. അവനിലൂടെ ഒരു കുടുംബം രക്ഷപ്പെടും, അവൻ അനേകം പേർക്ക് സാക്ഷിയാകും, അവൻ അനേകർ ഈശോയിലേക്ക് അടുപ്പിക്കും. ഇനി ഒരു മദ്യപാനി അല്ലെങ്കിൽ ഒരു കലഹപ്രിയൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിച്ച് അവൻ ഈശോയെ അറിയാൻ ഇടവന്നാൽ ഒരു നാട് തന്നെ നന്നാവും. അങ്ങനെ ഈശോയെ പ്രഘോഷിക്കാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം.